നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അതിശക്തനായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കഷ്ടകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പോൾ ആരും കൂടെയില്ല എന്നുള്ളതാണ്. പോറ്റി വളർത്തിയ ഭീകരവാദ സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് അന്ധശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ്. പിന്തുണ നൽകിയിരുന്ന മറ്റ് പലരും ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഹൂതി മുതലെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ട് അമേരിക്കയുടെ റഡാറിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഏറ്റവും അധികം ഭയക്കുന്നത് ആരെ കൂടെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ. തുർക്കിയുമായി നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഇറാന് പ്രശ്നങ്ങളുണ്ട്. ഇറാഖിലാകട്ടെ അവിടുത്തെ തീവ്രവാദ സംഘടനകളെ പലതിനെയും വളർത്തുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇക്കാര്യത്തിൽ ഇറാഖിന് ശക്തമായ പ്രതിഷേധം തന്നെയുണ്ട് ഇറാനോട്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് കൂടി പ്രസിഡൻ്റായി വന്നതോടെ തങ്ങൾക്ക് അപായ സൂചന ലഭിച്ചതായിട്ട് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഉൾപ്പെടെയുള്ള ഭരണത്തിലെ ഉന്നതർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഇതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും തലയൂരാൻ ഒരു ശ്രമം പെഷസ്കിയാൻ നടത്താൻ ആലോചിച്ചത്. എന്നാൽ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ആകട്ടെ ഒരു കാരണവശാലും അമേരിക്കയുമായി സൗഹൃദം പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഇക്കാര്യത്തിൽ ഒരു നിലപാടും എടുക്കാൻ പാടില്ല എന്ന് പെഷസ്കിയാന് കർശന നിർദ്ദേശം നൽകിയതോടും കൂടിയാണ് ഇപ്പോൾ പുതിയ മാർഗങ്ങൾ തേടി ഇറാൻ ഇറങ്ങിയിരിക്കുന്നത്. പരമാവധി അയൽ രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നാണ് അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുമായി നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നതകളൊക്കെ മാറി എങ്ങനെയെങ്കിലും അവരെ ഒത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ട് പോകണം. നെയ്ബേഴ്സ് ഫസ്റ്റ് പോളിസി എന്നാണ് ഇപ്പോൾ ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് വാർത്താ ഏജൻസി പറയുന്നത്. അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന് പെഷസ്കിയാന് വളരെ വ്യക്തമായിട്ട് അറിയാം. നേരത്തെ ഹമാസ് തലവനെ വധിച്ച സമയത്ത് ഖമേനി പെഷസ്കിയാനോട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പെഷസ്കിയാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ് ഖമേനിയോട്, ഇത് അപകടമാണ്, നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാൽ തിരിച്ചടി കിട്ടുന്നത് ഇറാനായിരിക്കുമെന്ന്. ഏതായാലും അന്ന് ഖമേനി യാഥാർത്ഥ്യം മനസ്സിലാക്കി അടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രായേലിന് നേർക്ക് ആക്രമിക്കാൻ ഇറങ്ങിയ ഇറാന് അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും തങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നോട്ടപ്പുള്ളികളാണ് എന്നും ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാണ് നിൽക്കുന്നതെന്നും കൃത്യമായി തങ്ങളുടെ ഓരോ ചലനങ്ങളും ഇവർ നിരീക്ഷിക്കുകയാണെന്നും ഇറാനിലെ ഭരണകൂടത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ എങ്ങനെയെങ്കിലും അയൽക്കാരുമായി സന്ധി സംഭാഷണം നടത്തി പഴയ പിണക്കങ്ങളൊക്കെ മാറ്റി എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു തന്ത്രം അവർ പയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ വഴി എങ്ങനെയെങ്കിലും ട്രംപുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഔദ്യോഗിക തലത്തിൽ അല്ല അനൗദ്യോഗിക തലത്തിൽ ഇതെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന നീക്കവും അവർ നടത്തുന്നുണ്ട്. ഈയിടെ റഷ്യയിൽ നിന്നുള്ള മിസൈൽ വിദഗ്ധർ ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് ഈയിടെയാണ്. അതും പക്ഷേ ഇറാന് കൂടുതൽ പ്രശ്നമായി മാറാനാണ് സാധ്യത. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം. തീവ്രവാദികൾക്കെതിരെ പോരാട്ടത്തിന് എല്ലാ സഹായവും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇസ്രായേലിലേക്ക് ആക്രമണം ഇറാൻ നടത്തിയപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞത്, അന്ന് സ്ഥാനാർത്ഥി മാത്രമായിരുന്നു, പ്രസിഡൻ്റായിരുന്നിട്ടില്ല, ട്രംപ് പറഞ്ഞത് ഇവർക്ക് നേരെ ആഞ്ഞടിക്കാനാണ്. കൂടാതെ താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുമെന്നും പലതവണ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ എങ്ങനെയെങ്കിലും അയൽക്കാരുമായി ഒരു സൗഹൃദത്തിന് ശ്രമിക്കുന്നത്. കാരണം അവരുടെ പേടി സ്വപ്നങ്ങളിൽ എപ്പോഴും കടന്നു വരുന്നത് ട്രംപ് തന്നെയാണ്, ഒപ്പം നെതന്യാഹു. ഈ രണ്ടുപേരും ഒന്നു ചേർന്നാൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ പൊടി പോലും പിന്നെ മിച്ചം കാണുകയില്ല എന്ന് നന്നായി ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും അവരുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ അയൽക്കാരുമായി ഇനി നല്ല ബന്ധം സ്ഥാപിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എത്ര അയൽ രാജ്യങ്ങൾ ഇറാനുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ് അവിടെ വരുന്നൊരു ചോദ്യം. കാരണം വെറുതെ ഇറാനുമായി സൗഹൃദമുണ്ടാക്കി അമേരിക്കയുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ ആ മേഖലയിൽ അറബ് രാജ്യങ്ങളൊന്നും തന്നെ തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പെഷസ്കിയാന് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും ഉണ്ടാക്കാൻ. പക്ഷേ അപ്പോഴും അവിടെ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഡൊണാൾഡ് ട്രംപും നെതന്യാഹു നിൽക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർ ഇറാനിലേക്ക് കടന്നു വരാം എന്ന് പെഷസ്കിയാന് നന്നായിട്ട് അറിയാം. എങ്കിലും അവസാനവട്ട ശ്രമം എന്നുള്ള നിലയിലായിരിക്കാം ഒരുപക്ഷെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പോരാടാനുള്ള നീക്കങ്ങൾ ഇറാൻ ശക്തമാക്കിയത്. പക്ഷേ ഇത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.